നിധേയയിലെ ശാന്തമായ ഗ്രാമത്തിൽ രവി എന്ന ജ്ഞാനിയായ സെൻഗുരു തൻ്റെ ഭക്തനായ വിദ്യാർത്ഥി ആരവുമായി ബോധിവൃക്ഷത്തിനടിയിൽ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. തൻ്റെ മനസ്സിൻ്റെ ഇടതടവില്ലാത്ത സംസാരത്താൽ ഭാരപ്പെട്ട ആരവ് അമിതമായ ചിന്താഗതിയെ മറികടക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം തേടി. മാസ്റ്റർ രവി, ആരവ് അഭ്യർത്ഥിച്ചു. എൻ്റെ മനസ്സ് ചിന്തകളുടെ പ്രക്ഷുബ്ധമായ കടലാണ്. നിരന്തരം എന്നെ അമിത ചിന്തയുടെ ആഴങ്ങളിലേക്ക് വലിച്ചിടുന്നു. ഈ കൊടുങ്കാറ്റിനപ്പുറത്തുള്ള ശാന്തത എനിക്ക് എങ്ങനെ കണ്ടെത്താനാകും? മാസ്റ്റർ രവി ദയനീയമായ പുഞ്ചിരിയോടെ വിശുദ്ധ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആരവിനോട് ആംഗ്യം കാണിച്ചു. അവർ നിശ്ചലമായപ്പോൾ ആരവ് അന്വേഷിച്ച ജ്ഞാനം ഉൾപ്പെടുന്ന ഒരു കഥ യജമാനൻ നെയ്യാൻ തുടങ്ങി. സംവിധ ഗ്രാമത്തിൽ കവി എന്ന വിദഗ്ധനായ ഒരു നെയ്ത്തുകാരൻ ജീവിച്ചിരുന്നു. മാസ്റ്റർ രവി പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൈകൾ സങ്കീർണമായ പാറ്റേണുകൾ വിടുലമായ തുണികളിൽ നെയ്തു. പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ടേപ്പസ്ട്രികൾ സൃഷ്ടിച്ചു. കവിയുടെ മനസ്സും നിങ്ങളുടേത് പോലെ തന്നെ ഒരു തുണി കൊണ്ടുള്ളതായിരുന്നു. സങ്കീർണവും അതിശക്തവുമായ ചിന്തകളുടെ ഒരു ശൃംഖല. ഒരു ദിവസം ആനന്ദ എന്ന പേരുള്ള ഒരു ജ്ഞാനിയായ മുനി സംവിധയെ സന്ദർശിച്ചു. രവി മാസ്റ്റർ തുടർന്നു. കവി തൻ്റെ ചിന്തകളുടെ സങ്കീർണതകളിൽ മുഴുകിയിരിക്കുന്നത് നിരീക്ഷിച്ചപ്പോൾ ആനന്ദ് അടുത്തുവന്ന് പറഞ്ഞു, കവി, നിന്റെ സൃഷ്ടികളുടെ സൗന്ദര്യം നിന്റെ മനസ്സിൻ്റെ സങ്കീർണതകളിലല്ല, ഹൃദയത്തിൻ്റെ ലാളിത്യത്തിലാണ്. മുനിയും നെയ്ത്തുകാരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരവ് ദൃശ്യവൽക്കരിച്ചു. വരാനിരിക്കുന്ന അഗാധമായ പാഠം മനസ്സിലാക്കി. ആനന്ദ് കവിയെ ശാന്തമായ ഒരു തോട്ടത്തിലേക്ക് നയിച്ചു. മാസ്റ്റർ പറഞ്ഞു. കണ്ണുകളടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം കവിയോട് നിർദ്ദേശിച്ചു. ശ്വസിക്കുക, വായു ശരീരത്തിൽ പ്രവേശിക്കുന്നത് അനുഭവിക്കുക. ആനന്ദ നിർദ്ദേശം നൽകി. ശ്വസിക്കുക, കൂടുതൽ വിടുതൽ അനുഭവിക്കുക. ഓരോ ശ്വാസവും നിങ്ങളുടെ വർത്തമാനത്തിൻ്റെ തുണി നെയ്യുന്ന നൂലായിരിക്കട്ടെ. അതുപോലെയായിരിക്കട്ടെ നിമിഷവും. ശ്വാസത്തിൻ്റെ ലാളിത്യം അനുഭവിച്ചുകൊണ്ട് ആരവ് സാങ്കല്പിക പരിശീലനത്തെ പ്രതിഫലിപ്പിച്ചു. ആദ്യം ചെറുത്തുനിൽപ്പുണ്ടായിരുന്ന കവി ക്രമേണ സന്യാസിയുടെ മാർഗനിർദ്ദേശം സ്വീകരിച്ചു. രവി മാസ്റ്റർ തുടർന്നു. എന്നിട്ടും തൻ്റെ ചിന്തകൾ ഇഴചേർന്നതും സങ്കീർണവുമായ നൂലുകൾ പോലെയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. എനിക്ക് എങ്ങനെ ഈ വല അഴിക്കും? കവി ആനന്ദിയോട് ചോദിച്ചു. അവൻ്റെ നിരാശ പ്രകടമാണ്. ഇവിടെ പോരാട്ടത്തിൽ ആരവ് സഹതാപം പ്രകടിപ്പിച്ചു. അത് തൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ആനന്ദ് സൗമ്യമായ പുഞ്ചിരിയോടെ അഗാധമായ ഒരു സത്യം പങ്കുവച്ചു. മാസ്റ്റർ വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, കവി, അമിത ചിന്തയുടെ നൂലിഴകൾ അഴിക്കുന്നതിനുള്ള താക്കോൽ അറ്റാച്ച്മെൻറ്റിലാണ്. ഓരോ ചിന്തയെയും പറ്റി നിൽക്കാതെ അംഗീകരിക്കുക. ഇളങ്കാറ്റ് വഹിക്കുന്ന ഇലകൾ പോലെ അവ നിങ്ങളുടെ ബോധത്തിലൂടെ കടന്നു പോകട്ടെ. അമിതമായ ചിന്തയുടെ കുരുക്കിൽ നിന്ന് അവനെ മോചിപ്പിക്കാനുള്ള കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ആരവ് അറ്റാച്ച്മെൻറ്റിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചു. കവി ഈ അഭ്യാസത്തിനായി സ്വയം സമർപ്പിച്ചു. രവി മാസ്റ്റർ തുടർന്നു. അവൻ തൻ്റെ ചിന്തകളോടുള്ള ആസക്തി ഉപേക്ഷിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ പ്രക്ഷുബ്ധമായ കടൽ ക്രമേണ ശാന്തമായി. അമിതമായ ചിന്തയുടെ നിർത്താത്ത തിരമാലകൾ അലകളായി രൂപാന്തരപ്പെട്ടു. ഒടുവിൽ അവൻ്റെ ഉള്ളിലെ നിശ്ചലത ഉയർന്നു. കവിയുടെ മനസ്സിനെ പൊതിഞ്ഞ ശാന്തത ആരവ് സങ്കല്പിച്ചു. സ്വയം ആന്തരിക നിശ്ചലതയുടെ പ്രതീക്ഷയിൽ ആശ്വാസം കണ്ടെത്തി. ആനന്ദ് തുടർന്ന് കവിയെ മനസാക്ഷിയുടെ പരിശീലനത്തിലേക്ക് കൊണ്ടുവന്നു. മാസ്റ്റർ പങ്കുവച്ചു. ഓരോ നിമിഷത്തിലും സ്വയം മുഴുകാൻ അദ്ദേഹം കവിയെ പ്രോത്സാഹിപ്പിച്ചു. തുണി നെയ്താലും ചായ കുടിച്ചാലും സൂര്യൻ്റെ ചൂട് അനുഭവിച്ചാലും കവി വർത്തമാനകാലത്തിൽ സ്വയം നങ്കൂരമിട്ടുകൊണ്ട് മനസാന്നിധ്യം പരിശീലിച്ചു. കവിയുടെ യാത്രയിൽ മനസ്സിൻ്റെ പരിവർത്തന ശക്തിയിൽ നിന്ന് ആരവ് പ്രചോദനം ഉൾക്കൊണ്ടു. അറ്റാച്ച്മെൻറ്റിൻ്റെയും മനസാക്ഷിയുടെയും കൂടിച്ചേരലിലൂടെ വിട്ടയക്കുന്നതിൻ്റെ മോചനം കവി കണ്ടെത്തി. രവി മാസ്റ്റർ ഊന്നി പറഞ്ഞു. ഒരിക്കൽ അമിതമായ ചിന്തയുടെ സങ്കീർണമായ പാറ്റേണുകൾ കുടുങ്ങിയ അവൻ്റെ മനസ്സ് തെളിഞ്ഞ ആകാശത്തിൻ്റെ വിശാലമായ വിസ്തൃതിയായി മാറി. ചിന്തകൾ മേഘം പോലെ കടന്നുപോയി. അവബോധത്തിൻ്റെ ശുദ്ധമായ സത്ത അവശേഷിപ്പിച്ചു. വിടുന്ന സമ്പ്രദായം സ്വീകരിക്കുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന മോചനം ആരവ് വിഭാവനം ചെയ്തു. വർത്തമാനകാലത്തിലേക്ക് മടങ്ങിയ മാസ്റ്റർ രവി ആരവിലേക്ക് തിരിഞ്ഞു. കവിയെപ്പോലെ നിങ്ങളും ചിന്തകളുടെ നെയ്ത്തുകാരനാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ചരട് സങ്കീർണമായിരിക്കാം, എന്നാൽ
അറ്റാച്ച്മെൻറ്റിലൂടെയും ശ്രദ്ധാകേന്ദ്രത്തിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ശാന്തത കണ്ടെത്താനാകും. ഒട്ടിപ്പിടിക്കാതെ ഓരോ ചിന്തയും അംഗീകരിക്കുക. ഈ നിമിഷം നിങ്ങളുടെ നങ്കൂരമാകട്ടെ. കഥയിൽ നിന്നും മാസ്റ്ററുടെ മാർഗനിർദ്ദേശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആരവ് നന്ദിയോടെ തലകുനിച്ചു. ബോധിവൃക്ഷത്തിൻ്റെ തണൽ വിട്ടു പോകുമ്പോൾ ഹൃദയലാളിത്യത്തിനും മനസാന്ദ്രതയ്ക്കും അതിസങ്കീർണമായ നൂലാമാലകളെപ്പോലും അഴിച്ചുമാറ്റാൻ കഴിയുമെന്ന കാലാതീതമായ പാഠം അദ്ദേഹം കൂടെ കൊണ്ടുപോയി. If you love to watch this video, you can like, share and subscribe.